വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് 100 വീടുകളോ അതിനാവശ്യമായ സ്ഥലമോ നൽകുമെന്ന് പണ്ഡിതനും വാഗ്മിയുമായ അബ്ദുൽ ലത്തീഫ് സഖാഫി. മദനിയം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തീരുമാനം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വഴിയാകും പദ്ധതി നടപ്പാക്കുക. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ 100 വീടുകൾ അല്ലെങ്കിൽ 100 വീടുകൾ വെക്കാൻ ആവശ്യമായ സ്ഥലം നൽകുമെന്ന് മദനിയം ആത്മീയ വേദിക്ക് നേതൃത്വം നൽകുന്ന അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം അറിയിച്ചു. വീടാണോ സ്ഥലമാണോ ആവശ്യം എന്നതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം ആവശ്യമായത് നൽകും. മദനിയം ആത്മീയ സദസ്സുകളിലെ പഠിതാക്കളുമായി സഹകരിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിയിലൂടെയാണ് ഇത് യാഥാർത്ഥ്യമാക്കുക. തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു മഹാദുരന്തത്തിൻ്റെ വല്ലാത്ത വേദനയിലും വിഷമത്തിലുമാണ് നമ്മളുള്ളത്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കാന്തപുരം ഉസ്താദിനോട് ചേർന്ന് 100 വീടുകളോ അല്ലെങ്കിൽ 100 വീടുകൾക്ക് സമാനമായ സ്ഥലങ്ങളോ മദനിയം നൽകുവാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 4 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന മദനിയം ആത്മീയ വേദി വഴി ഇതുവരെ 20 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. പാവപ്പെട്ടവർക്ക് 111 വീടുകൾ നിർമ്മിച്ചു നൽകി. 40 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ സാലി ഇരുമ്പിയോടൊപ്പം ജിദ്ദയിൽ നിന്നും ജലീൽ കടമകലം, 24.